ഹായ് ഗൈസ്, വെൽക്കം ടു എകെ തോട്ട്സ്. 2 ദിവസമായി സോഷ്യൽ മീഡിയയിൽ കാണുന്ന 2 വാർത്തകളാണ് കേരളത്തെ ഞെടുക്കിയ ആശ്രിതിന്റെ കൊലപാതകവും ആസിദിന്റെ എൻകൗണ്ടറും. എന്നാൽ യുപിയിലെ പ്രതിയെ നിയമത്തിന് വിട്ടു നൽകാതെ എൻകൗണ്ടർ ചെയ്യുകയാണോ ചെയ്തത്? എന്തായാലും ആ എൻകൗണ്ടറിനോട് ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ്. എന്നാൽ കേരളത്തിലെ കാര്യം നമുക്കൊന്ന് നോക്കിയാലോ. ഒന്ന് ചിന്തിച്ചു നോക്കൂ. അഷ്കറിന് മാക്സിമം ജീവപര്യന്തം, അതായത് 12 കൊല്ലം. അഷ്കർ ജയിലിലേക്ക് പോയി കുറച്ച് നാളുകൾ കഴിയുമ്പോൾ ഈ തടവുകാരൻ ഒരു സെമി സ്കിൽഡ് ലേബർ ആകും. അതായത് ദിവസം 560 രൂപയ്ക്ക് ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു തടവുകാരൻ. കുറച്ചുകൂടി കഴിയുമ്പോൾ ഒരു സ്കിൽഡ് ലേബർ ആകും. 620 രൂപയ്ക്ക് പണിയാൻ പറ്റുന്ന ഒരു തടവുകാരൻ. ജയിലിലെ ജോലി സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഴ്ചയിൽ 6 ദിവസമാണ്. 6 ദിവസം 520 രൂപ വെച്ച് നോക്കുകയാണ് എങ്കിൽ 3360 രൂപ, അതൊരു മാസവരുമാനമാകുമ്പോഴത്തേക്കും 13,440 രൂപയാകും. ഒരു സെമി സ്കിൽഡ് ലേബറിന്റെ ഒരു വർഷത്തെ വരുമാനം എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ 1,61,280. ഒരു ജീവപര്യന്തം ലഭിക്കുന്ന ഒരാൾ 12 വർഷം കൊണ്ട് ഉണ്ടാക്കുന്ന ഏണിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 19,35,360 രൂപ. അതൊരു സ്കിൽഡ് ലേബർ ആണ് എങ്കിൽ 21,42,720 രൂപ. പിന്നെ ജയിലിലെ ഫുഡ്, അത് ആഴ്ചയിൽ 3 തവണ നോൺ വെജിറ്റേറിയൻ, സാറ്റർഡേ ആണെങ്കിൽ മട്ടൺ ഇൻക്ലൂഡഡ്. പിന്നെ സ്പെഷ്യൽ ഡേയ്സുകളിൽ ചിക്കൻ, ബീഫ് എന്നിവ വേറെ. 3 നേരം ഫുഡ്, 4 മണിക്ക് ചായ വേറെ. ഇത് അഷ്കറിന് ശരിക്കും ലോട്ടറിയാണോ അടിച്ചത്? ശരിക്കും ആഷിറിന് നീതി ലഭിച്ചോ? അഷ്കർ ജയിലിൽ ഏൺ ചെയ്യുന്ന വരുമാനത്തിന്റെ ഒരു പോർഷൻ, അതായത് കോടതി വിധിക്കുന്ന ഒരു എമൗണ്ട് ആഷിറിന്റെ കുടുംബത്തിന് നൽകേണ്ടതാണ്. ശരിക്കും അഷ്കറിന്റെ എന്താണ് വിധി എന്ന് ഇതുവരെ വന്നില്ല. ഒരു ജീവപര്യന്തമാണ് ലഭിക്കുന്നു എങ്കിൽ ഇതൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത്.